നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 13/4/2026 തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില വീണ്ടും കൂടുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് മിക്ക ആൾക്കാരും. കാരണം യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ സ്വാഭാവിക റബ്ബറിൻ്റെ വില വീണ്ടും കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. വിശദമായ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS കിലോ 231, RSS 5 കിലോ 227, ലാറ്റക്സ് സർവീസ് ഗ്യാസിൽ 158.50 പൈസ, ESNL 20 199. ഇതാണ് രാവിലത്തെ കോട്ടയം വില. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 231, RSS 5 കിലോ 227. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനെ ഗ്രേഡഡ് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 220, ലോട്ട് 196 201 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% ഡിയാസിലുള്ള ഒട്ടുപാൽ കിലോ 147, 60% ഡിയാസിലുള്ള ഒട്ടുപാൽ കിലോ 110 രൂപ 25 പൈസ. ഇനി അകത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 219, RSS 5 കിലോ 216. കർണാടക വില നോക്കുമ്പോൾ RSS 3 226 50 പൈസ, RSS 5 കിലോ 226, RSS 5 കിലോ 220. ലോട്ട് വില നോക്കുമ്പോൾ 199, ഒട്ടുപാൽ നോക്കുമ്പോൾ 140. ഇനി ഫീൽഡ് ലാറ്റക്സ് 211 രൂപ. 25% DRC ഉള്ള 200 ലിറ്റർ ബാരലിന് 10,550, 30% DRC ഉള്ള 200 ലിറ്റർ ബാരലിന് 12,660, 35% DRC ഉള്ള 200 ലിറ്റർ 14,770. ഇനി കേരളത്തിലെ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 223, RSS 5 കിലോ 219, ISNL 197 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 128 മുതൽ 142 രൂപ. ഇതാണ് രാവിലത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. മഴ എപ്പോൾ പെയ്യുമെന്ന്. മഴ അങ്ങും ഇങ്ങും ഒറ്റപ്പെട്ട മഴ, ചെറിയ ചാറ്റൽ മഴയൊക്കെ നടക്കുന്നുള്ളൂ. ഇനി കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് രൂപ 14,010, ഒരു പവൻ 1,12,80. അതുപോലെ 24 ക്യാരറ്റ് രൂപ 15,284, ഒരു പവൻ 1,22,272. അതുപോലെ 18 ക്യാരറ്റ് രൂപ 14,463, ഒരു പവൻ 91,704. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ശനിയാഴ്ച വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 45 രൂപയും ഒരു പവൻ്റെ മുകളിൽ 360 രൂപയാണ് കൂടിയത്. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 40 മുതൽ 60, വെളിച്ചെണ്ണ ലിറ്ററിന് 390, കച്ചവല ഉണങ്ങിയത് 500, നെല്ല് കിൻഡൽ 2,500, കൊപ്ര എടുത്തപടി 157, കാഞ്ഞിരക്കുരു 1,850, കാപ്പിക്കുരു 36,500, പൈനാപ്പിൾ പച്ച 32, പഴം 33, ഗ്രാമ്പ് 790, നാടൻ ഗ്രാമ്പ് 910, പിണ്ണാകസ്പെലർ 38, റോട്ടറി 41, കുരുമുളക് കാർബിള് കിലോ 726, അൺകാർബിള് കിലോ 706, പുതിയ കുരുമുളക് 696, ചേട്ടൻ 680, വയനാടൻ കുരുമുളക് 690, നാടൻ 680, അടയ്ക്ക പുതിയത് 390, പഴയത് 360, കാഞ്ഞിരക്കുരു 1,850, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സേലം 155 ആണ്. നാളെ ഏപ്രിൽ 14 വിഷു ദിനമാണല്ലോ. ആഘോഷത്തിൽ പടക്കം പൊട്ടിക്കുന്ന സന്തോഷകരമായ അനുഭവമെങ്കിലും സൂക്ഷിച്ചാൽ വളരെയേറെ ദുഃഖിക്കേണ്ട. പക്ഷേ ചെറിയൊരു അശ്രദ്ധ പോലും വലിയ അപകടങ്ങൾക്ക് കാരണമാകാം. തുറസായ സ്ഥലത്ത് തിരഞ്ഞെടുക്കുക. പടക്കം പൊട്ടിക്കുമ്പോൾ വീട്, വാഹനങ്ങൾ, വൈദ്യുതി ലൈനുകൾ എന്നിവയിൽ നിന്ന് അകലെ നിന്ന് മാത്രം പൊട്ടിക്കാൻ ശ്രമിക്കുക. കുട്ടികൾ ഒറ്റയ്ക്കായി പടക്കം പൊട്ടിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. മുതിർന്നവർ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. പടക്കം പൊട്ടിക്കുമ്പോൾ കയ്യിൽ പിടിച്ച് പൊട്ടിക്കരുത്. പടക്കം വെക്കുന്നത് കുട്ടികൾ കയ്യെത്താത്ത ദൂരത്ത് വേണം മാത്രം മാറ്റി വെക്കുവാൻ. പടക്കം എടുത്തതിന് ശേഷം കൈ വൃത്തിയായി കഴുകുകയും വേണം. ഒരു സമയത്ത് ഒരു പടക്കം മാത്രമേ പൊട്ടിക്കാവൂ. പടക്കം പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്ത് വെള്ള ബക്കറ്റും അല്ലെങ്കിൽ മണൽ കരുതുക. കത്തിയ പടക്കത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉടൻ തന്നെ വെള്ളത്തിലിട്ട് നശിപ്പിക്കുക. ഫസ്റ്റ് എയ്ഡ് കിറ്റ് അടുത്ത് കരുതുന്നത് നല്ലതാണ്. സിന്തറ്റിക് വസ്ത്രങ്ങൾ ഒഴിവാക്കിയും കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. കാലിൽ ചെരുപ്പ്, ഷൂ എന്നിവ ധരിക്കുക. പൊട്ടാതെ പോയ പടക്കം വീണ്ടും കത്തിക്കാൻ ശ്രമിക്കരുത്. മദ്യപിച്ച നിലയിൽ പടക്കം പൊട്ടിക്കരുത്. പടക്കങ്ങൾ പോക്കറ്റിൽ വെക്കരുത്. മറ്റുള്ളവരെ ലക്ഷ്യമിട്ട് പടക്കം വെക്കരുത്. കുട്ടികൾക്ക് പടക്കത്തിൻ്റെ അപകടങ്ങളും ന്യൂനതകളും നന്നായി വിശദീകരിച്ചു കൊടുക്കുക. വലിയ ശബ്ദമുള്ള പടക്കങ്ങളിൽ നിന്ന് കുട്ടികളെ
അകറ്റി നിർത്തുക. മൃഗങ്ങളോടുള്ള കരുതൽ. പടക്കശബ്ദം മൃഗങ്ങളെ ഭയപ്പെടുത്താം, അത് വളരെയേറെ സൂക്ഷിക്കുക. പടക്കങ്ങൾ പരമാവധി കുറച്ച് ഉപയോഗിക്കുക. ശബ്ദമലിനീകരണം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ പൊള്ളലുകൾക്ക് ഉടൻ തണുത്ത വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ ആശുപത്രിയെ സമീപിക്കുക. കണ്ണിൽ പടക്കപ്പൊടി പോയാൽ ഉടൻ വെള്ളം കൊണ്ട് കഴുകി ഡോക്ടറെ കാണാൻ ശ്രമിക്കുക. സുരക്ഷിതമായ വിഷു, സന്തോഷകരമായ ആനന്ദകരമായ ഒരു വിഷു ആശംസകൾ. ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി.